വെൽക്കം ബാക്ക് ടു ആഡ്ലംസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് +1 ഇംഗ്ലീഷിൽ പഠിക്കാണ്ട് പോകാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളും അതിൻ്റെ ഫോർമാറ്റ്സും കുറച്ച് ഗ്രാമർ പോർഷൻസും അതിനൊക്കെ പറ്റിയിട്ട് പറയാനാണ്. കുറച്ചല്ല, +1 മൊത്തം ഗ്രാമർ പോർഷൻസ് നമുക്ക് എന്തൊക്കെയാണ് വരിക, എന്തിനൊക്കെയാണ് ചാൻസ് ഉള്ള അതിനൊക്കെ പറ്റിയിട്ട് പറയാനാണ്. അപ്പം ഒന്നാമത്തെ കാര്യം നമ്മൾ ഇംഗ്ലീഷിൽ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാ ചാപ്റ്റേഴ്സും കവർ ആയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇംഗ്ലീഷ് ടെക്സ്റ്റ് നല്ലോണം വായിക്കണം. കാരണം നമുക്ക് ഫസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റിൻ്റെ പാസേജ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അതൊന്നും ഇങ്ങനെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒരു വേർഡ് എടുത്തിട്ട് അതിൻ്റെ മീനിങ് വരുന്ന സാധനം അങ്ങനെയൊക്കെ കണ്ടെത്താനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ടെക്സ്റ്റ് വായിച്ചാൽ തന്നെ നല്ല വൃത്തിയായിട്ട് നമുക്ക് മനസ്സിലാവും. അടുത്തതെന്ന് പറഞ്ഞാൽ എന്തിൻ്റെയൊക്കെ ഫോർമാറ്റാണ് പഠിക്കേണ്ടതെന്നുള്ളതാണ്. ലെറ്റർ ടു എഡിറ്ററിൻ്റെ ഫോർമാറ്റ് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇമെയിലാണ്. ഇമെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർമലും ഉണ്ടാവും ഇൻഫോർമലും ഉണ്ടാവും. ഈ രണ്ടിൻ്റെ ഇമെയിലും നമ്മൾ പഠിക്കണം. പിന്നെ വരുന്നത് ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് നല്ലോണം നമ്മൾ നോക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. പിന്നെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലോണം എല്ലാവർക്കും എഴുതാൻ അറിയണ ഒരു സാധനമാണ് പ്രൊഫൈൽ. ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മോഹൻലാലിൻ്റെ ഒക്കെയാണ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ല നല്ല ആൾക്കാരെ പ്രൊഫൈലൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പം എഴുതുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ എന്താ പറയുക, നമുക്ക് എല്ലാം എഴുതാൻ അറിയേണ്ട സാധനമായിട്ട് പോലും ചില സമയത്ത് നമുക്ക് അതിൽ ചില മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓവറായിട്ട് അതിലേക്ക് വേറെ സെൻറ്റൻസ് കൊടുക്കാണ്ട് വേറെ എന്തെങ്കിലും നല്ല രൂപത്തിൽ അതിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ വൃത്തിക്ക് എഴുതാൻ കഴിയുമോ നോക്കണം. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ക്യാരക്ടർ സ്കെച്ചാണ്. ക്യാരക്ടർ സ്കെച്ച് കുറേ ആൾക്കാർ, അതായത് കുറച്ച് ആൾക്കാർ എന്തായാലും ഷുവർ ഷോട്ടിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്, എന്തായാലും വരാൻ ചാൻസ് ഉള്ള കുറച്ച് ആൾക്കാർ ഓരോന്ന് നല്ലോണം നോക്കി വെച്ചിട്ട് പോവുക. പിന്നെ നോക്കേണ്ടത് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസാണ്. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ചോദിക്കുന്ന ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങളെ റോൾ മോഡൽ ആരാ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ്. അതൊന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് വൃത്തിക്കുള്ള നല്ല നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കഴിയുമോ നോക്കണം. അപ്പോൾ ചോദിക്കുന്ന ആൾക്കനുസരിച്ച് ഓരോ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം അതിൽ ചോദിക്കാൻ പറ്റിയുള്ള ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നോക്കേണ്ടത് വെൽക്കം സ്പീച്ചാണ്. സ്പീച്ച് എന്തായാലും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് മെയിൻലി ഇപ്പോൾ സ്പീച്ച് ചോദിക്കല് ഒന്ന് മഹാത്മാഗാന്ധിൻ്റെ ചാപ്റ്ററിനും പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ചാപ്റ്ററിനും അങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സിനാണ് നമുക്ക് സ്പീച്ച് ചോദിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു രൂപത്തിൽ യുണീക്നെസ്സിനെ പറ്റിയിട്ടും സ്പീച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് കുറച്ച് കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഇതിനൊക്കെ പറ്റി മെയിൻലി ഗാന്ധിയൻ ഐഡിയോളജീസിനെ പറ്റി കുറച്ച് പോയിൻറ്റ്സ് ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ സുഖമായിട്ട് നമുക്ക് അതന്നെ എക്സാമിന് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് വായിച്ച് നോക്കാൻ പറ്റും. അത് കാണാപ്പാടം പഠിക്കണമെന്നല്ല, ജസ്റ്റ് വായിക്കാൻ പറ്റും. കുറച്ച് ഗാന്ധിയൻ ഐഡിയോളജീസിനെ വെച്ചിട്ട് പോയിൻറ്റ്സ് ഉണ്ടാക്കി വെച്ചാൽ എൻ്റെ കൈമിൽ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ഞാൻ അതന്നെയാണ് ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിനും മോഡൽ എക്സാമിനൊക്കെ ഞാൻ അതന്നെയാണ് ആ എസ്സേ ചോദിച്ചപ്പോഴൊക്കെ വെച്ചിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചോദിക്കണത് റിപ്പോർട്ട് ഓഫ് എ പ്രോഗ്രാമാണ്. അപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് റിപ്പോർട്ട് ചോദിച്ച സമയത്ത് അധികം ആരും അറ്റൻഡ് ചെയ്യാത്തൊരു ക്വസ്റ്റ്യനാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല. അധികം അങ്ങനെ വേറെ ക്വസ്റ്റ്യൻസ് എടുക്കുന്നതിന് പകരം സത്യം പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്താൽ ഭയങ്കര ഈസിയാണ്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ഒന്ന് പഠിച്ചു വെക്കണം, നല്ലതാണ്. പിന്നെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലൈവ് TV റിപ്പോർട്ടാണ്. നമുക്ക് ഈ ലേഹോലൻ്റെ ലാൻഡിങ്, അതിൻ്റെ ടേക്ക് ഓഫ്, ഇതിൻ്റെയൊക്കെ ലൈവ് TV റിപ്പോർട്ടൊക്കെ എഴുതാൻ വരും. ഇതുവരെ അങ്ങനെ ചോദിച്ചില്ല. ടൈറ്റാനിക്കിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കുക. അപ്പോൾ ലൈവ് TV റിപ്പോർട്ട് എങ്ങനെയാണ് എഴുതുക, അതെങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. പിന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് ഒന്ന് നോക്കി വെക്കണം, നല്ലതാണ്. കുറേ ഫോർമാറ്റൊന്നും ഇല്ല ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന്. ആകപ്പാട് അതിൻ്റെ ഹെഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതൊന്നും നല്ലോണം നോക്കി വെക്കുക. പിന്നെ പ്രസ്സി ഓൾമോസ്റ്റ് എല്ലാവരും വിടുന്ന ക്വസ്റ്റ്യനാണ്. അപ്പം അത് ജസ്റ്റ് എങ്ങനെയാണെന്നൊന്ന് നോക്കി വെക്കാം. നമുക്ക് പറ്റാത്ത വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് വന്ന് നമ്മൾ പെടാൻ പാടില്ലല്ലോ. അപ്പോൾ പ്രസ്സി വരാണെങ്കിൽ അതെങ്ങനെയാണ് എഴുതാമെന്ന് നോക്കി വെക്കാം. പിന്നെ ഈ ആർഗ്യുമെൻറ്റ്, കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസ് എക്സാമിന് നമ്മളോട് ആർഗ്യുമെൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡിബേറ്റിൽ നമ്മളെങ്ങനെയൊക്കെയാണ് ആർഗ്യൂ ചെയ്യുക, ആ ഒരു രൂപത്തിലാണ് ആർഗ്യുമെൻറ്റ് എഴുതാനുണ്ടാവുക. പിന്നെ ട്രാവൽ ഇൻഫോ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ ട്രാവൽ ഇൻഫോ എന്തായാലും ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പിന്നെ നോക്കേണ്ടത് കോൺവെർസേഷൻ വിത്ത് ദ ടൂറിസ്റ്റ് ഗൈഡ്. അതിൽ ലേക്ക് ആനായ്മയ അങ്ങനെ എന്തൊക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണതില്ല, അതുപോലെ ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം. അതായത് കോൺവെർസേഷൻ വിത്ത് ദ ടൂറിസ്റ്റ് ഗൈഡ്. പിന്നെ റൈറ്റപ്പ് എങ്ങനെയാണ് എഴുതുക. പിന്നെ ഒരു ഏതെങ്കിലും ഒരു റിച്വൽ, അത് ഓൾമോസ്റ്റ് എല്ലാത്തിൽ ചോദിച്ച് കണ്ടുള്ള ക്വസ്റ്റ്യനാണ്. ഏതെങ്കിലും ഒരു റിച്വൽ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലെ ഏതെങ്കിലും റിച്വൽ എഴുതാൻ വേണ്ടിയിട്ട് കാണാപ്പാട് അങ്ങനെ തന്നെ പഠിച്ചിട്ട് എങ്ങനെ പറയുക, നല്ല ഫുൾ മാർക്ക് കിട്ടാൻ ലെവലിൽ നല്ലോണം പഠിച്ച് വെച്ചിട്ട് അവിടെ പോയിട്ട് എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ അത് നോക്കി വെക്കണം, നല്ലതാണ്. പിന്നെ ട്രാവൽ എസ്സേ എന്തായാലും നിങ്ങളൊന്ന് പഠിച്ചോ. അതിനുശേഷം
അത് വേറെ ഏതെങ്കിലുമാണ് ചോദിക്കണത്. കഴിഞ്ഞ പ്രാവശ്യം എന്തോ കാശ്മീരിൻ്റെ ചോദിച്ചിരിക്കണേ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു സ്കൂൾ ട്രിപ്പിൻ്റെ എഴുതാനാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ കഴിഞ്ഞ മോഡലിന് അതുപോലെ മാറ്റി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മാറ്റി എഴുതാം. അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾ പോയ ഏതെങ്കിലും സ്ഥലത്തിനെ പറ്റിയിട്ടാണ് ചോദിക്കണേന്നുണ്ടെങ്കിൽ നമുക്ക് അത് എഴുതിയാൽ മതിയല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ക്രിസ്മസിന് ചോദിച്ച പോലെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കി വെച്ചോളി. പിന്നെ ഇലാബറേറ്റ് പോം ലൈൻസ്, അതിലിങ്ങനെ ഒരു പോം തന്നിട്ട് അതിനെ ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ ചോദിക്കൂലേ, അതിൽ വേണമെങ്കിൽ ലാസ്റ്റ് ആ പോയം ലൈൻസിൽ ചോദിച്ചിട്ടുള്ള ഗ്രാമർ പോർഷൻസ് അല്ല അതിൻ്റെ പോയറ്റിക് ഡിവൈസസ് അത് എടുത്ത് എഴുതാണെന്നുണ്ടെങ്കിൽ ഫുൾ മാർക്കിലേക്ക് എത്തും. അധികം എല്ലാവരും പോയറ്റിക് ഡിവൈസസ് എടുത്ത് എഴുതൂല. അപ്പോൾ അവിടെയാണ് നമുക്ക് മാർക്ക് പോകുന്നത്. അപ്പോൾ പോയറ്റിക് ഡിവൈസസ് എടുത്തിട്ട് എഴുതി കഴിഞ്ഞാൽ അവിടെ ഫുൾ മാർക്ക് കിട്ടും. പിന്നെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എസ്സേ ഓൺ ഗാന്ധി, ഡിസാസ്റ്റർ, പിന്നെ യുണീക്നെസ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എസ്സേ ഓൾമോസ്റ്റ് എല്ലാ വർഷവും ചോദിക്കലുണ്ട്. അപ്പോൾ ആ ഞാൻ പറഞ്ഞ പോലെ അങ്ങനത്തെ പോയിൻറ്റ്സുകൾ കളക്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എസ്സേ എഴുതാൻ പറ്റും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ടൈറ്റിൽ സ്യൂട്ടബിലിറ്റി. ഇങ്ങനെ പ്രൈസ് ഓഫ് ലാസ്റ്റിന് ആ ടൈറ്റിൽ എന്തുകൊണ്ട് സ്യൂട്ടബിളാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നല്ലോണം നോക്കി വെക്കുക. കഴിഞ്ഞ് ചോദിച്ചു നമുക്ക് മോഡൽ എക്സാമിന് ചോദിച്ചിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. ടൈറ്റിൽ സ്യൂട്ടബിലിറ്റി ഓരോരോ ചാപ്റ്റേഴ്സിൻ്റെ. പിന്നെ ഗ്രാമറിലേക്ക് അടക്കുക. ഗ്രാമറിലാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് ഇഫ് ക്ലോസ് നമുക്ക് ഇമ്പോർട്ടൻ്റാണ്. ഇഫ് ക്ലോസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇഫ് ക്ലോസ് നല്ലോണം നോക്കി വെക്കുക. കൊഹിസി ഡിവൈസസ് നോക്കി വെക്കുക. പിന്നെ കോൺഗേർഡ് എഗ്രിമെൻറ്റ്സ് ഇല്ലേ, കോൺഗേർഡ് എഗ്രിമെൻറ്റ്സ് അത് നോക്കി വെക്കുക. അതൊക്കെ ഇമ്പോർട്ടൻ്റാണ്. പിന്നെ ആക്റ്റീവും പാസീവ് വോയിസും ആ കാര്യം നോക്കി വെക്കണം. പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ച് എന്തായാലും എക്സാമിന് ചോദിക്കുന്ന നമുക്ക് ഉറപ്പുള്ള സാധനം. പക്ഷെ എനിക്ക് തീരെ അത് തലയിൽ കയറലില്ല. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് നല്ലോണം പഠിച്ചു വെക്കാം. നമുക്ക് വേറെ വരുന്ന ക്വസ്റ്റ്യൻ എങ്ങനത്താന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്യാം. അപ്പം അതൊന്ന് നല്ലോണം പഠിച്ചു വെക്കണം, നല്ലതാണ്. പിന്നെ എഡിറ്റ് ദ പാസേജ്. കഴിഞ്ഞ വർഷമൊക്കെ സുഖി നമുക്ക് ഈ അണ്ടർലൈൻ ചെയ്ത് തരുമ്പോൾ ആ സാധനമാണ് അവിടെ മാറ്റി എഴുതേണ്ടത് നമുക്ക് മനസ്സിലാവുകയും. ഇപ്പോൾ തരുന്ന പാസേജിൽ അണ്ടർലൈൻ ചെയ്യാണ്ട് അത് നമ്മൾ സ്വന്തമായിട്ട് വായിച്ചാൽ അതിൽ ഏതാണ് മിസ്റ്റേക്ക് കണ്ടെത്തണം. അപ്പോൾ അതൊന്ന് നല്ലോണം നോക്കിക്കഴിഞ്ഞാൽ ഒരു 4-5 പ്രാവശ്യം വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. ടൈം മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. എന്നാൽ ഓക്കെ, ബൈ.